Good morning. Good morning, ma'am. Good morning, Miss. Good morning. Good morning, Miss. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എത്തിയത്? WC Act. WC Act അല്ലെ, Workmen Compensation Act. Yes, Miss. അത് ഫിനിഷ് ചെയ്തു. Finish ചെയ്തു. ഓ, ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ആക്ട് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടും അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്തായിരുന്നു ശരിക്കും? എന്താണ് അത്? 1947 അത് പ്രാബല്യത്തിൽ വരുന്നത്. അത് ഇൻഡസ്ട്രിയിലുള്ള അല്ലെ വ്യവസായികമായിട്ടുള്ള തർക്കങ്ങൾ, എന്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാ? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട എന്തൊരു തർക്കമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസമോ എന്തോ ആവാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ തൊഴിലുടമകൾക്കിടയിലുള്ളതാവാം, അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിലുള്ളതാവാം, അല്ലെങ്കിൽ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, എന്തുമായി ബന്ധപ്പെട്ട്? തൊഴിലുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വേതനവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തൊരു തർക്കവും അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തെയും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു വ്യാവസായിക തർക്കവുമായി ബന്ധപ്പെട്ട് എന്താണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി അല്ലെ, അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും ഈ ഒരു ആക്ട് എന്ത് ചെയ്യാണ്? ബാധകമായിട്ടുള്ള ഒരു ആക്ട് ആണ്. രണ്ടാമത് പറഞ്ഞത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് അല്ലെ, WC ആക്ട്. നമുക്ക് ഷോർട്ട് വേർഡ് ആയിട്ട് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആക്ട് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. WC ആക്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണമാണ്, പ്രധാനമായിട്ട് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് മാത്രമേ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിലേക്കാണ് 1923 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇവിടെ എന്താണ്? ആ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ, ഒരു തൊഴിലാളി ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്സിഡന്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റീസോ കാര്യങ്ങളൊക്കെ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണ്. അപ്പൊ അത് ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊന്നില്ലെങ്കിൽ വർക്ക്മെൻ ആയിരുന്നു. ചിലപ്പോൾ തൊഴിലാളികൾ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് മരണപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട്, തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ്, അവരുടെ ആശ്രിതർക്കായിരിക്കും ആ ഒരു കോമ്പൻസേഷൻ കിട്ടുക. അല്ല എങ്കിൽ അവർക്ക് ഡിസബിലിറ്റി കാര്യങ്ങളോ ഫിസിക്കൽ ഡിസബിലിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കോമ്പൻസേഷൻ ആര് കൊടുക്കണം? അവിടുത്തെ തൊഴിലുടമകൾ നൽകണം എന്നുള്ളതാണ് ഈ ഒരു നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് അല്ലെങ്കിൽ WC ആക്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് ആക്ടുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേറെ കുറച്ച് രണ്ട് ആക്ടുകളുടെ പേര് കൂടി കൊടുത്തിട്ടുണ്ട്. ESA ആക്ടും ട്രേഡ് യൂണിയൻ ആക്ടും. ESA ആക്ട് നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ESA ആക്ട് പഠിച്ചിട്ടില്ലേ? എന്താണ് ESA ആക്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ESA ആക്ട്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അല്ലെ. ഏത് വർഷമാണ് അത് പ്രാബല്യത്തിൽ വന്നിരുന്നത്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഏത് വർഷമാണ്? ഓർക്കുന്നുണ്ടോ? ഇല്ല, 1948 അല്ലെ. 1936 ആണോ? 48 അല്ലേ? 1948 1948 ESA ആക്ട് അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ESA ആക്ട് എന്തിനു വേണ്ടിയിട്ട് വന്നതാ? എന്തിനു വേണ്ടിയാണ് ഒരു ESA ആക്ട്? എന്താണ് ഒരു ESA ആക്ടിന്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജ്? എന്താ എംപ്ലോയീസിനുള്ള അഡ്വാൻറ്റേജ്? എന്താ? ഫാക്ടറി എംപ്ലോയീസിനൊക്കെ കിട്ടുന്നുള്ളത്. ഫാക്ടറി എംപ്ലോയീസ് മാത്രമല്ല, നമ്മൾ പെർമനന്റ് ആയിട്ട് എവിടെയാണെങ്കിലും ഇത്ര മാസത്തിനുള്ളിൽ ജോലി ചെയ്താൽ എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. എന്താണ് ഇപ്പൊ മിക്ക സ്ഥാപനങ്ങളിലും ESA PF ഒക്കെ ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ്?
ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള, ശരിയാണ്, ഹെൽത്ത് മെഡിക്കൽ എക്സ്പെൻസുകൾ, ശരിയാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട, അവരുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസുമായി ബന്ധപ്പെട്ടോ, അല്ലെ, അവരുടെ ആശ്രിതത്വം കിട്ടും, ഇല്ലേ, നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ ഏറ്റവും അടുത്തത് ഇപ്പൊ നമ്മുടെ പാരന്റ്സിന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹസ്ബൻഡിനോ അതുപോലെ നമ്മുടെ കുട്ടികൾക്കും, നമ്മുടെ ഫാമിലി, നമ്മളുമായി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടാറുണ്ട്, അല്ലെ. ESAയുടെ ബെനിഫിറ്റ്സ് കിട്ടാറില്ലേ? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? ഇപ്പൊ എന്തെങ്കിലും സിക്നസ്, രോഗവുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. പിന്നെ എന്തിനാണ്? മെറ്റേണിറ്റി, അല്ലെ, പ്രസവവുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കിട്ടാറില്ലേ? കിട്ടാറുണ്ടോ? ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും എന്താണ് അഡ്വാൻറ്റേജസ്, അല്ലെ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് ESAയുടെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ESAയുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പെൻസുകൾ അതുമായി ബന്ധപ്പെട്ട് എടുക്കുക. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, അല്ലെ. ESA ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ ഒരു ESA സ്കീമിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ നമ്മളൊരു കോൺട്രിബ്യൂഷൻ ഇടണം, അല്ലെ. ആരൊക്കെയാ കോൺട്രിബ്യൂഷൻ ഇടേണ്ടത്? ഒരു ESA കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ESA സ്കീമിൽ നമ്മൾ അംഗമാവണമെങ്കിൽ ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം? എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെ. നമ്മൾ ആ ഒരു അവരുടെ ഒരു ടോട്ടൽ വേജിന്റെ ഒരു 4%, വളരെ ചെറിയ തുച്ഛമായ തുകയാണ് ഇട്ടുണ്ട്, ഒരുപാട് തുകയൊന്നുമല്ല. അവരുടെ രണ്ടു കൂട്ടരും ഇടും, അതായത് എംപ്ലോയർ ഇടും. രണ്ടു കൂട്ടരും ഈക്വൽ ആയിട്ട് അവിടെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയതിനു ശേഷമാണ് ആ ഒരു എംപ്ലോയിക്ക് ആ ഒരു സ്കീമിൽ അംഗമാക്കുന്നതും ആ സ്കീം വഴിയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള പല രീതിയിലുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നതും. അപ്പൊ അവർക്ക് ആ ഒരു എംപ്ലോയിക്ക് മാത്രമല്ല അവരുടെ ഡിപ്പെൻഡൻസിനും അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? ഈ ഒരു ESA സ്കീം വഴി അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ വേറെ കുറെ ESA ആക്ട് എന്താണെന്നൊന്നും ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അതോടെ നിങ്ങൾ പഠിച്ച കാര്യമാണ്, റിവൈൻഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ. അടുത്തത് ട്രേഡ് യൂണിയൻ ആക്ട്. കേട്ടിട്ടുണ്ടോ ട്രേഡ് യൂണിയൻ ആക്ട്? എന്തിനു വേണ്ടിയാണ് ഒരു ട്രേഡ് യൂണിയൻ ആക്ട് ഉള്ളത്? എന്തിനു വേണ്ടിയാണ് ഒരു ട്രേഡ് യൂണിയൻ ആക്ട് ഉള്ളത്? എംപ്ലോയീസിന്റെ ട്രേഡിങ്ങും, അല്ലെ, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താണ് തൊഴിൽ സംഘടനകൾ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുണ്ട്, അല്ലെ. എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, അല്ലെ, തൊഴിലാളി യൂണിയനുകൾ. കണ്ടിട്ടില്ലേ? തൊഴിലാളി സംഘടനകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ടും തൊഴിലാളി സംഘടനകളില്ലേ? ഉണ്ടോ? ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത ആളുകളുണ്ടോ? ആരുമില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ അവിടെയും ഇല്ലേ ഇതുപോലെയുള്ള യൂണിയൻസ്, അല്ലെ? അവിടെയും ഉണ്ട്, അല്ലെ. എല്ലാ ഇൻഡസ്ട്രി മേഖലയിലും ഉള്ളതാണ് തൊഴിലാളി സംഘടനകൾ. എന്തിനു വേണ്ടിയാണ് ഈ തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളി സംഘടനയുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും? അല്ലെങ്കിൽ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും? അതെ, അവിടുത്തെ എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, അല്ലെ. അതെ, അവരുടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി അവരുടെ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്, അല്ലെ. ഈ സംഘടനയുടെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവർക്ക് കുറെ അധികം റൈറ്റ്സ് ഉണ്ട്, അവർക്ക് കുറെ അധികം ബാധ്യതകളുണ്ട്, അവർക്ക് കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്ത്? ഈ ട്രേഡ് യൂണിയനുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിർവചിക്കുന്ന ഒരു നിയമമാണ് ട്രേഡ് യൂണിയൻ ആക്ട്. ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റൈറ്റ്സ്, അതുപോലെ അവരുടെ ബാധ്യതകള് അല്ലെങ്കിൽ ലയബിലിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു നിയമമാണ് ട്രേഡ് യൂണിയൻ ആക്ട്. ഈ ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയനുകൾക്ക്
അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഇങ്ങനെയുള്ള സംഘടനകൾ രൂപീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഓരോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അതിലെ അംഗങ്ങളായിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി ആനുകൂല്യങ്ങൾ നേടി നൽകാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു അനുവാദം അധികാരമൊക്കെ നൽകുന്നതാണ് എന്താ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്നത്. ഇതും ജസ്റ്റ് നമ്മുടെ ഏതൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു ആക്ട് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആക്ടിന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 ആക്ടുകൾ അല്ലെങ്കിൽ 4 ആക്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ 2 എണ്ണമാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടും. അപ്പൊ അത് രണ്ടും വായിച്ചു വെക്കാം കേട്ടോ. ആർക്കിയോളജിസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കി ഓൾറെഡി 2 എണ്ണം തന്നിട്ടുള്ളതിന്റെ ആ ഒരു ഇയറും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് ബാക്കിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആക്ടുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. അപ്പൊ നമ്മുടെ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ആണ് സാലിയന്റ് പോയിന്റ്സ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഈ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ നോക്കാം, സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നു കഴിഞ്ഞാല് അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ആ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് താഴെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ആണ്, ദിസ് മേ ബി നോട്ടഡ് ദാറ്റ് all injury patients brought by the police or somebody else must be made medico-legal if not registered as MLC elsewhere. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് നമ്മളൊരു ഡോക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സ് ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരും. അപ്പൊ ഒരു പ്രാഥമികമായിട്ട് നമ്മൾ അവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് ഈ ഒരു കേസ് മെഡിക്കോ ലീഗൽ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അത് എന്തായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാ പറയുന്നത്? മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അല്ലെ. ഒരു ആക്സിഡന്റ് കേസുകൾ വന്നാല് അവരാദ്യം തന്നെ അവരെന്ത് ചെയ്യും? അത് അവരുടെ മെഡിക്കോ ലീഗൽ ആയിട്ട് സ്ഥിരീകരിക്കും അല്ലെ. അവിടെ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യാം? എന്ത് പറ്റിയതാണെന്ന് വരുമ്പോ തന്നെ ചോദിക്കും അല്ലെ. ചോദിക്കാറുണ്ടോ? ചോദിക്കും അല്ലെ. എന്ത് പറ്റിയതാണ്, എന്താണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തി കൂടെ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ എന്താണ് പറ്റിയത് എന്നുള്ളത് കൂടെ വരുന്ന വ്യക്തിയോടൊക്കെ എന്താണ് അന്വേഷണങ്ങൾ നടത്താറുണ്ട് അല്ലെ. ആ കിട്ടിയിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസ് വെച്ച് അവർ ഇതൊരു മെഡിക്കോ ലീഗൽ ആണോ അല്ലയോ എന്ന് ആദ്യം തന്നെ അതെന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എടുക്കും കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലും MLC എടുക്കും. ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും എടുക്കും. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പ്രകാരം ചെയ്യുള്ളൂ. ഇമ്പോർട്ടൻ്റ് ചെല്ലുമ്പോൾ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് വളരെ ചെറിയ കാര്യമാണെങ്കിൽ അത് MLC ആക്കുകയും അതുപോലെ തന്നെ അത് അവരുടെ പോലീസിനെ അറിയിക്കുകയും ചെയ്യും കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കും കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല പ്രൈവറ്റിലും എടുക്കും. പക്ഷെ ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രത്യേകിച്ചും, കാരണം അവർക്ക് കുറെ അധികം എന്താണ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാനായിട്ട് അവരത്ര എന്ത് ചെയ്യില്ല, വിട്ടുകളയില്ല. അപ്പൊ അവരുടെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? വളരെ ചെറിയ ഇപ്പോ സാധാരണ ചിലപ്പോ ആരും ഇപ്പോ ഒരു ഇൻകേസ് ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോ ഒന്ന് മുകളിൽ നിന്ന് വീണതായിരിക്കാം. ആ ഒരു ആക്സിഡന്റ് കേസ് ആയിരിക്കാം. പക്ഷെ അവരത് MLC ആയിട്ട് കണക്കാക്കുള്ളൂ. കാരണം പിന്നീട് അവരുടെ ബാധ്യതയിൽ ചിലപ്പോ വരാം മറ്റാരെങ്കിലും അല്ലെ. ഈ ഒരു പേഷ്യന്റ് ചിലപ്പോ ബോധാവസ്ഥയിലേക്ക് വരുമ്പോ അവർ പറയാം ചിലപ്പോ മറ്റാരെങ്കിലും തള്ളിയിട്ടതാണെന്നോ അങ്ങനെ എന്തെങ്കിലും കേസ് വരുമ്പോ അതൊരു ലീഗൽ കേസിലേക്ക് പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അത് എടുത്താക്കാറുണ്ട്, MLC ആക്കാറുണ്ട്. അത് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാതെ ആ ഡോക്ടേഴ്സിന്റെ ഇഷ്ടപ്രകാരം അവർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, ആരായിട്ടും ഒരു പോലീസ് കൊണ്ടുവരുന്ന ആളാണ്
അല്ലെങ്കിൽ മറ്റാരും ആയിക്കോട്ടെ, ആരാണോ അവിടേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ആ പേഷ്യന്റിനെ കൃത്യമായിട്ട് ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തുകയും അതിനനുസരിച്ച് ആ ഒരു കേസ് മെഡിക്കോ ലീഗൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ആ ഒരു മെഡിക്കോ ലീഗൽ കേസായി തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇഫ് നോട്ട് രജിസ്റ്റേർഡ് ആസ് MLC elsewhere, അതായത് ഇപ്പൊ അവര് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കും. ഇപ്പൊ സാധാരണ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് അവിടുത്തെ ഫെസിലിറ്റി പോരാ, നമ്മൾ റെഫർ ചെയ്യുമല്ലോ ഇല്ലേ, നമുക്ക് അത് കുറച്ചും കൂടി ഫെസിലിറ്റിയിലുള്ള കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് റെഫർ ചെയ്യും അല്ലെ. അപ്പൊ ആ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റൽ ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് MLC ആണെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റൽ അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെയ്താൽ മതി. MLC ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ പുതിയ ഹോസ്പിറ്റൽ അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് അവിടെ വേറെ എവിടെയും ഈ ഒരു കേസ് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളിൽ നിന്നും ഇതൊരു MLC കേസാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഡോക്ടറിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു CMOക്ക് എന്ത് ചെയ്യാം, ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് ആണെന്ന് മനസ്സിലാവുകയും അത് രജിസ്റ്റർ ചെയ്യുകയും വേണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആയോ? രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് the request of the patient or its relation to make the case MLC must be entertained. Police should be informed. ഇനിയിപ്പോ ചില പേഷ്യൻസ് ഇപ്പൊ ചിലപ്പോ എന്താണ് എന്തെങ്കിലും ഇൻഷുറൻസോ കാര്യങ്ങളോ കിട്ടാനുള്ളതോ അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ചെന്ന് പറയും അല്ലെ, അവിടെ ഡോക്ടേഴ്സിനോട് പറയില്ലേ ഇതിങ്ങനെ ഒരു ആക്സിഡന്റ് കേസാണ് അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി എന്തെങ്കിലും മുട്ടിയതാണെങ്കിൽ അങ്ങനെ പറയും. അപ്പൊ അവര് പറയും ചിലപ്പോ ചില കേസുകൾ MLC ആക്കാൻ വേണ്ടിയിട്ട് ആര് എന്റർടൈൻ ചെയ്യും, ആര് പറയും, നിർദ്ദേശിക്കും ഡോക്ടേഴ്സിന്റെ അടുത്ത്, പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ പറയാറുണ്ട് അല്ലെ. അവർക്ക് ചിലപ്പോ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് വേണമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവരത് കേസാക്കണമെന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ അത് തള്ളിക്കളയേണ്ട കാര്യമില്ല. ആ ഡോക്ടർ അത് എന്ത് ചെയ്യണം, അത് എന്റർടൈൻഷൻ, അതെ ആക്സിഡന്റ് കേസുകളൊക്കെയാണ് കൂടുതൽ കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്യും, അത് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ MLC ആക്കണമെന്ന് പറഞ്ഞാൽ ഇവര് പരിഗണിക്കാൻ പാടില്ല. മനസ്സിലായോ? നേരെ ഓപ്പോസിറ്റ് ആണ്. MLC ആക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം ഡോക്ടറിന്. അതേസമയം അവർ വന്നിട്ട് പറയാം ഒരു ആക്സിഡന്റ് കേസാണ്, അവര് വന്നിട്ട് പറയാണ് ഇത് MLC ഒന്നും ആക്കരുത്, എന്താണ് വേറെ കേസൊന്നും ആക്കരുത്, ഞങ്ങൾക്ക് എന്താണ് കോംപ്രമൈസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ പോലും ഡോക്ടർ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ എന്റർടൈൻ ചെയ്യാൻ പാടുണ്ടോ? ലീഗൽ അല്ലെങ്കിൽ MLC ആക്കരുത് എന്ന് പറഞ്ഞാൽ അത് എന്റർടൈൻ ചെയ്യാൻ പാടില്ല. മറിച്ച് ഈ പറയുന്ന പോലെ അവരുടെ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അത് MLC ആക്കണം എന്ന് അവർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ്. അതിനനുസരിച്ച് കേസിന്റെ കാര്യങ്ങളും നോക്കിയിട്ട് ആ ഒരു ഡോക്ടർക്ക് അത് MLC ആക്കണമെങ്കിൽ അവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ അത് ചെയ്യാവുന്നതാണ്. അതുപോലെ അത് എപ്പോഴാണ് MLC ആക്കുന്നത്, കൃത്യമായിട്ട് ആ ഒരു MLCയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആർക്ക് കൊടുക്കണം, ആർക്കാ കൊടുക്കണ്ടേ, പോലീസിന് അല്ലെ. പോലീസിന് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നൽകണം. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. പറയുന്നത് if any case has already been registered as medical legal case in another hospital or dispensary, a fresh report may not be another hospital or അവിടെ ഒരു mistake ഉണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വായിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. Dispensary, a fresh report may not be prepared, but the case may be labeled as medico-legal, mentioning the previous MLC number and a record of further treatment should be kept as MLC. Okay, our first point is medico-legal case in another hospital or dispensary. A fresh report may not be. Be another another hospital or dispensary. A fresh report may not be. അവിടെ വരെ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അനദർ ഹോസ്പിറ്റൽ തുടങ്ങി മേ നോട്ട് ബി വരെ ചെയ്തോ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാണ്. ഓക്കെ, ഇഫ് എനി കേസ് ഹാസ് ഓൾറെഡി ബീൻ രജിസ്റ്റേർഡ് ആസ് മെഡിക്കോ ലീഗൽ കേസ് ഇൻ അനദർ ഹോസ്പിറ്റൽ ഓർ ഡിസ്പെൻസറി. എന്തെങ്കിലും ഒരു കേസ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു കേസ് മെഡിക്കോ ലീഗൽ ആണ് എന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു ഫ്രഷ് റിപ്പോർട്ട് ആരും തയ്യാറാക്കേണ്ടതില്ല. ഈ പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റല് തയ്യാറാക്കേണ്ടതില്ല അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റൽ തയ്യാറാക്കേണ്ടതില്ല. കാരണം ഓൾറെഡി അവരവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് മെഡിക്കോ ലീഗൽ ആണെന്ന് കേസ് ആണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു പുതിയ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി അതവിടെ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേറൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഈ ഒരു പേഷ്യന്റിന് വേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ ഫയലില് മെഡിക്കോ ലീഗൽ എന്ന് ലേബൽ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് ഏത് ഹോസ്പിറ്റലാണോ അവരെ മുമ്പ് കാണിച്ചത് ആ MLC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ MLC നമ്പർ കൂടി ഈ ഒരു ഫയലിൽ രേഖപ്പെടുത്തണം. മനസ്സിലാവുന്നുണ്ടോ? പുതിയതായിട്ട് ഇവർ MLC ക്രിയേറ്റ് ചെയ്യേണ്ട, ആ ഓൾറെഡി ഇവരുടെ ഉള്ള ഫയലിന്റെ മുകളിൽ MLC ആണ് എന്ന് ലേബൽ ചെയ്തിട്ട് മുൻപുള്ള ആ ഒരു MLC നമ്പർ ഇല്ലേ, ആ ഫയൽ നമ്പർ ഇല്ലേ, ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന ഫയൽ നമ്പർ ഉണ്ടല്ലോ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ, ആ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ ഫർദർ ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ ആണോ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു MLC എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ആ ഒരു റെക്കോർഡിനുള്ളിൽ കൃത്യമായിട്ട് അവർക്ക് ഫർദർ ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്ത് ചെയ്യണം, ഈ ഒരു റെക്കോർഡിനുള്ളിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും വേണം. തേർഡ് പോയിന്റ് മനസ്സിലായോ? തേർഡ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഇപ്പൊ മറ്റൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറിയിലോ ഈ ഒരു പേഷ്യന്റ് ചെന്നിട്ടുണ്ടാവാം അല്ലെ, ആദ്യമായിട്ട് ചെന്നിട്ടുണ്ടാവാം. അപ്പൊ അവർ ഓൾറെഡി അത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഹോസ്പിറ്റലുകാർ അത് MLC ആയിട്ട് പുതിയൊരു ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് അവർ ചെയ്യേണ്ട കാര്യം എന്താ, ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലില് മെഡിക്കോ ലീഗൽ ആണ് ഈ ഒരു കേസ് എന്ന് ലേബൽ ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ ആ ഒരു MLC നമ്പറിലെ മറ്റു ഹോസ്പിറ്റലിലോ ഡിസ്പെൻസറിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതും മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഈ ഒരു പ്രസന്റ് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി ഈ ഒരു ഫയലില് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ക്ലിയർ ആയോ? വേഗം ഒന്ന് ആ ഒരു 3 പോയിന്റ്സ് നോക്കിയേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റിനെ ചിലപ്പോ അത് പോലീസുകാരായിരിക്കും കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലപ്പോ മറ്റാരെങ്കിലും ആയിരിക്കില്ലേ കൊണ്ടുവരുന്നത്. ഇപ്പൊ അവർ ആ ഒരു ആക്സിഡന്റ് നടന്നു, ആ ഒരു ആക്സിഡന്റ് കേസിൽ ഇപ്പൊ പോലീസ് വന്നില്ല എങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമല്ലോ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പൊ ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുമെങ്കിലും അവരുമായി ബന്ധപ്പെട്ടായിരിക്കില്ല, ചിലപ്പോൾ മറ്റാരെങ്കിലും ആര്
പരിക്കേറ്റ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാല് അവരുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളും പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു മെഡിക്കോ ലീഗൽ കേസ് ആണെന്ന് ആ ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ അത് ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇവരെ മറ്റൊരു ഹോസ്പിറ്റലിലോ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് മറ്റെവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അത് രജിസ്റ്റർ ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ രജിസ്റ്റർ മറ്റെവിടെയും ഇപ്പോൾ സാധാരണ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവര് പുതിയതായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ട അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? മൂന്നാമത്തേതിലും അത് തന്നെയാ പറയുന്നത്. മൂന്നാമത്തേതില് വ്യത്യാസം എന്ന് പറഞ്ഞാല് പുതിയൊരു ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട, അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ടല്ലോ. ആ ഹോസ്പിറ്റലുകാര് അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇതൊരു മെഡിക്കോ ലീഗൽ ആണെന്ന് ലേബൽ ചെയ്യണം. കാരണം പിന്നീട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ ഇവർക്ക് ഇത് തെളിവായിട്ട് കൊടുക്കണ്ടേ, അല്ലെ? ഇപ്പൊ ഇതൊരു ലീഗൽ ഇഷ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവര് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത് അതൊക്കെ ഹാജരാക്കേണ്ടി വരും, അല്ലെ? റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, എവിഡൻസ് ആയിട്ട് അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റുകള്, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധനകൾ നടത്തിയ കാര്യങ്ങൾ, അതൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ പുതിയതായിട്ടുള്ള പ്രിപ്പയർ ചെയ്യേണ്ട, മറിച്ചൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മെഡിക്കോ ലീഗൽ ആയിട്ട് ലേബൽ ചെയ്യുക. മുൻപ്, അതായത് മുൻപ് ഏത് ക്ലിനിക്കിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്പെൻസറിയിലാണോ എവിടെയാണോ അവർ കാണിച്ചിരിക്കുന്നത് അവിടെ ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഈ ഫയലിന്റെ മുകളിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പ്രസന്റ് ഹോസ്പിറ്റലിൽ അവർക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻസും പരിശോധനകളും ട്രീറ്റ്മെന്റും ആണ് കൊടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകളും ഇതിനുള്ളിൽ സൂക്ഷിക്കാം. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്തതാണ് എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട പരിശോധനയിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റില്, ഇഫ് എ കേസ് ഇസ് ബ്രോട്ട് ബൈ എ പോലീസ് several days after the incident for medico legal examination, the opinion regarding the case is to be given according to the present exam findings and present condition of the patient. അതായത് ഇപ്പൊ മെഡിക്കോ ലീഗൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? ഒരു പോലീസാണ് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ത് ചെയ്യാണ്? ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. പോലീസുകാർ പ്രത്യേകിച്ച് മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻസിന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സാമിനേഷൻ, ഇത് അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് വൈദ്യപരമായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ് സാധാരണ പ്രിഫർ ചെയ്യാറ്. അപ്പൊ ഇവിടെ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട ഒരു അവരുടെ ബോഡിയുടെ പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഒരു പോലീസ് ഒരു കേസായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്നത് ആ ഇൻസിഡന്റ് നടന്ന ദിവസമൊന്നുമല്ല, several days after the incident. ആ ഒരു ഇൻസിഡന്റിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മെഡിക്കോ ലീഗൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു കേസിനെ കൊണ്ടുവരുന്നത്. അപ്പോ ആ ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? അപ്പൊ പ്രസന്റ്ലി ആ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഒരു കേസിലുള്ള ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ ആ ഒരു പ്രസന്റ്ലി ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഉണ്ട് അതിനനുസരിച്ചുള്ള അഭിപ്രായമല്ലേ കൊടുക്കേണ്ടത്. കാരണം ആ ഒരു സംഭവം നടന്നിട്ട് ഒരു കുറച്ച് ദിവസങ്ങളായി, അല്ലേ? അതിനുശേഷമാണ് വരുന്നത്. അപ്പൊ അവര് ഒരിക്കലും അഭിപ്രായം ആ സംഭവം നടന്ന ദിവസത്തെ എഴുതാൻ പറ്റുമോ ഡോക്ടറിന്? ആ സംഭവം നടന്ന സമയമല്ല അവർ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, അല്ലെ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? The opinion regarding the case is to be given according to the present condition of the findings, അല്ലെ? അവരുടെ നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, നിലവിൽ അവരുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ആ പേഷ്യന്റിനെ നിലവിൽ അവരുടെ പരിശോധനകൾ നടത്തിയപ്പോൾ നമുക്ക് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് ഈ ഒരു കേസിനെ കുറിച്ച് ആ ഡോക്ടർ നൽകേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ഒരു മെഡിക്കോ ലീഗൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പോലീസ് ഒരു കേസായിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുവരുന്നു. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ആ ഒരു സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് കൊണ്ടുവരുന്നത്. അതേസമയം ആ സമയത്ത് തന്നെ കൊണ്ടുവരാണെങ്കിലോ അപ്പൊ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കണം? അപ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒപ്പീനിയൻ കൊടുക്കാം, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ?
അപ്പോഴുള്ള സിറ്റുവേഷൻ, ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു, അപ്പൊ തന്നെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡോക്ടറിന് വൈദ്യപരിശോധനകൾ നടത്തി അതിനുള്ള കാരണങ്ങൾ പ്രസന്റ് കണ്ടീഷൻ ഒക്കെ നോക്കി അപ്പോഴുള്ള ആ ഒരു പ്രസന്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻ കൊടുക്കാം. അതേസമയം കുറച്ച് ദിവസം കഴിഞ്ഞാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പൊ കൊണ്ടുവരുന്ന സമയം എപ്പോഴാണ്, ആ സമയത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായമായിരിക്കും ആര് കൊടുക്കേണ്ടത്, ഡോക്ടർ നൽകേണ്ടത്. അത് നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ഇഫ് എ കേസ് ഹാസ് ഓൾറെഡി ബീൻ ഡീൽ വിത്ത് ആസ് നോൺ മെഡിക്കോ ലീഗൽ ബൈ ദ ഫസ്റ്റ് എക്സാമിനിങ് ഡോക്ടർ in the casualty, it can be made medico-legal by the concerned treating unit doctor if they suspect any foul play at any stage while the patient is in hospital. They have to do all medico-legal formalities in such cases. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു മെഡിക്കോ-ലീഗൽ കേസുമായി ബന്ധപ്പെട്ട്, ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ആദ്യം നമ്മൾ എവിടേക്ക് കൊണ്ടുപോവാ? ഫസ്റ്റ് എവിടേക്ക് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും? ഒരു ആക്സിഡന്റ് ഒക്കെ വന്ന് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുപോവാം? കാഷ്വാലിറ്റിയിലേക്ക് അല്ലെ? അപ്പൊ കാഷ്വാലിറ്റിയിലേക്ക് ഒരു കേസ് വന്നു. അപ്പൊ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇവർ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ആ ഡോക്ടർ ഇതൊരു നോൺ മെഡിക്കോ ലീഗൽ കേസ് ആണെന്ന് രേഖപ്പെടുത്തി. മെഡിക്കോ ലീഗൽ അല്ല, നോൺ മെഡിക്കോ ലീഗൽ ആണെന്ന് രേഖപ്പെടുത്തി. ഇനി കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാഷ്വാലിറ്റി നമുക്ക് എപ്പോഴും അറിയാലോ, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് കാഷ്വാലിറ്റി കൊടുക്കില്ല അല്ലെ? ആ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് ബന്ധപ്പെട്ട ട്രീറ്റിംഗ് യൂണിറ്റിലുള്ള ഡോക്ടേഴ്സിന് റെഫർ ചെയ്യും ഇല്ലേ? അഡ്മിറ്റ് ആക്കേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അത് റെഫർ ചെയ്ത് വിടാണ് ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റിംഗ് യൂണിറ്റിലുള്ള ഒരു ഡോക്ടർ, അത് എന്ത് സ്പെഷ്യാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ഈ ഒരു കേസ് വിട്ടോന്ന് വിചാരിക്കാം. അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ പരിശോധിച്ചപ്പോ ആ ഡോക്ടറിന് മനസ്സിലായി ഇത് നോൺ മെഡിക്കോ ലീഗൽ അല്ല, മെഡിക്കോ ലീഗൽ ആണ്. ഇവിടെ കാഷ്വാലിറ്റിയില് എന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. കാരണം ചില ഡോക്ടേഴ്സിനെയൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം അല്ലെ? സംഭവിക്കില്ലേ? അവർ പരിചയമുള്ള ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, നോൺ മെഡിക്കോ ലീഗൽ ആയിട്ടൊക്കെ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അവർക്ക് ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നടന്നിട്ടുണ്ട് എന്ന് ആർക്ക് സംശയം തോന്നാണ്? അവരെ ട്രീറ്റ് ചെയ്യുന്ന ആ യൂണിറ്റിലെ ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് എന്താക്കി മാറ്റാം എന്നാ പറയുന്നേ? മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാം. മനസ്സിലായോ? അതെപ്പോ മാത്രമേ പറ്റുള്ളൂ? when the patient is in hospital. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അത് നോൺ മെഡിക്കോ ലീഗൽ അല്ല, മെഡിക്കോ ലീഗൽ ആണെന്ന് മാറ്റാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യണം? ഒരു മെഡിക്കോ ലീഗൽ ആണെന്ന് കണ്ടെത്തിയാൽ എല്ലാ തരത്തിലുമുള്ള മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റീസും അതുമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ചെയ്യുകയും വേണം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വരുമ്പോ ആ കാഷ്വാലിറ്റി ഡോക്ടറാണ് ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ആ ഒരു പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അവരുടെ പരിശോധന പ്രകാരം ആ ഒരു ഡോക്ടറാണ് ആദ്യം അത് മെഡിക്കോ ലീഗൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച് അതൊരു മെഡിക്കോ ലീഗൽ അല്ല എന്ന്, നോൺ മെഡിക്കോ ലീഗൽ ആണെന്ന് രജിസ്റ്റർ ചെയ്തു. ഇനി ആ രജിസ്റ്റർ ചെയ്ത ആ ഒരു പേഷ്യന്റിന് ഫർദർ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു യൂണിറ്റിലെ ഡോക്ടറിന് തോന്നുകയാണ് ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. അപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയാണ്, ആദ്യത്തെ സ്റ്റേജുകളിൽ എവിടെയോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്, ഒരു തെറ്റായ കാര്യങ്ങൾ, കുറ്റമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ എന്തൊക്കെയോ ആരൊക്കെയോ ചേർന്ന് അത് നോൺ മെഡിക്കോ ലീഗൽ ആക്കി മാറ്റിയതാണ് എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ഹോസ്പിറ്റലിൽ പ്രസന്റ്ലി അവരുടെ ട്രീറ്റ്മെന്റിലാണ് എങ്കിൽ ആ പേഷ്യന്റിന്റെ കേസ് അവർക്ക് എന്താക്കി മാറ്റാം? മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാം. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് എല്ലാ മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റീസും ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. തേർഡ് പോയിന്റിൽ പറയുന്നത്, നോട്ട് രജിസ്റ്ററിംഗ് എ കേസ് ആസ് MLC by CMO shall solely depend on his assessment and not with anybody's request or order. He will be held responsible if anything goes wrong.
അതായത് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നോട്ട് രജിസ്റ്ററിംഗ് എ കേസ് ആസ് MLC ബൈ CMO ഷാൽ solely ഒരു കേസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CMO അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ചീഫ് മെഡിക്കൽ ഓഫീസേഴ്സ് നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ളവരാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ റെക്കോർഡ് ചെയ്യുന്നത് നോൺ മെഡിക്കോ ലീഗൽ ആവണോ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ആവണോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് ആദ്യത്തെ സ്റ്റേജ് അവരുടെ അടുത്താണ് അല്ലെ അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് അതായത് അവർ solely depends on his assessment അവരുടെ സ്വയം വിലയിരുത്തലിൽ നിന്നും അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഈ ഒരു കേസ് മെഡിക്കോ ലീഗൽ അല്ലെങ്കിൽ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആൻഡ് നോട്ട് വിത്ത് എനിബഡീസ് റിക്വസ്റ്റ് ഓർ ഓർഡർ അല്ലാതെ മറ്റൊരാളുടെയും അഭ്യർത്ഥനയോ അല്ലെങ്കിൽ അവരുടെ ഓർഡർ ആജ്ഞയോ ഒന്നും അനുസരിച്ചാവരുത് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് ഹി വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഇഫ് എനിത്തിങ് ഗോസ് റോങ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തെറ്റ് സംഭവിച്ചാലും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണത് അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണ് CMOയുടെ ഉത്തരവാദിത്തമാണ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ട വ്യക്തിയും ആ CMO ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാളുടെയും ഓർഡറോ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയോ പ്രകാരം ഈ ഒരു കേസ് MLC ആക്കണമെന്ന് പറഞ്ഞാൽ ആക്കുകയോ അല്ലെങ്കിൽ ആക്കരുത് എന്ന് പറഞ്ഞാൽ ആക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് മറിച്ച് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ നടത്തുകയും ആ CMOക്ക് തോന്നുകയാണ് ഇതൊരു MLC കേസായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുക അല്ല എങ്കിൽ അത് നോൺ മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം അല്ലാതെ മറ്റാരുടെങ്കിലും അഭ്യർത്ഥനയോ അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യാണ് എന്താണ് ആജ്ഞാപിക്കുകയാണ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും പിന്നീട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിലായിരിക്കാം ഈ CMOയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും ക്ലിയർ ആണോ തേർഡ് പോയിന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയത് സെക്കൻഡ് പോയിന്റോ അതായത് ഇപ്പൊ നോൺ മെഡിക്കോ ലീഗൽ കേസാണ് ഇപ്പൊ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഒരു പേഷ്യന്റ് വന്നു ആദ്യമായിട്ട് കാഷ്വാലിറ്റിയിലേക്കല്ല വരാം അപ്പൊ അവിടെ വെച്ച് ആ ഒരു ഡോക്ടർ എന്ത് ചെയ്യാണ് അവരെ പരിശോധിച്ചത് അതൊരു നോൺ മെഡിക്കോ ലീഗൽ ആണെന്നാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമാണെങ്കിൽ അവരെ എവിടേക്ക് വിടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടും അല്ലെ അപ്പൊ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവർക്ക് വൈദ്യ പരിശോധനകൾ നടത്തി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവാണ് ഇത് നോൺ മെഡിക്കോ ലീഗൽ അല്ല മെഡിക്കോ ലീഗൽ ആണ് എന്ന് മനസ്സിലാവുന്നു അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം അപ്പൊ അദ്ദേഹം ചിന്തിക്കും അല്ലെ ആ ഒരു എന്തുകൊണ്ടാണെന്ന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്താണ് ആ ഒരു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ നോൺ മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് ഒരു സംശയം വരാണ് അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ് എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും കളതരങ്ങളോ കാര്യങ്ങളോ അതിനിടയിൽ നടന്നിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ അവര് നോൺ മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്ന് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ ട്രീറ്റിംഗ് യൂണിറ്റിലുള്ള ഡോക്ടറിന് സംശയം തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കേസ് എന്താക്കി മാറ്റാം മെഡിക്കോ ലീഗൽ ആയിട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ മെഡിക്കോ ലീഗൽ ആയിട്ട് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ഫോർമാലിറ്റീസും ചെയ്യുകയും വേണം ക്ലിയർ ആയോ രണ്ടാമത്തത് തേർഡ് പോയിന്റിൽ പറയുന്നത്
ഒരു MLC കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രാഥമികമായിട്ട് ആ ഒരു കേസ് MLC ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കാഷ്വാലിറ്റിയിലെ CMO ആണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? മറ്റാരുടെയും റിക്വസ്റ്റ് പ്രകാരമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓർഡർ ചെയ്ത പ്രകാരമോ ഒന്നും അല്ല എന്ത് MLC ആക്കി മാറ്റാത്തത്. MLC ആക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കേസ് അദ്ദേഹത്തിന് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തലിൽ നിന്നും ആ പേഷ്യൻസിന്റെ പ്രാഥമികമായ നിഗമനങ്ങളിൽ നിന്നും കൃത്യമായിട്ട് അതൊരു MLC അല്ല എങ്കിൽ അത് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. MLC ആണെങ്കിൽ അത് കൃത്യമായിട്ട് MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും വേണം. അതൊരിക്കലും ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമോ അല്ലെങ്കിൽ ഒരാളുടെ ഓർഡർ പ്രകാരമോ ഒന്നും ആയിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട എന്തൊരു പ്രശ്നം വന്നാലും അത് ആരും ഫേസ് ചെയ്യുന്നതായിട്ട് വരും. ഈ CMOക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകളോ ഒന്നും ആയിരിക്കില്ല അത് ബാധിക്കാൻ പോകുന്നത്. ഈ CMO ആയിരിക്കും അത് കൂടുതലും ബാധിക്കുന്നത്. കാരണം അവരാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു CMO ഒരു കേസ് നോൺ മെഡിക്കോ ലീഗൽ അല്ല എന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യേണ്ടതോ ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രകാരമായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ്. ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ കേസ് ഷീറ്റുകൾ തയ്യാറാക്കുമല്ലോ. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കണം അതാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഫോർ ഓൾ ദ കേസസ് രജിസ്റ്റേർഡ് ആസ് മെഡിക്കോ ലീഗൽ ദ ഇൻജുറി ഷീറ്റ് മസ്റ്റ് ബി ഫിൽഡ് അപ്പ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് wherein all the columns inside the sheet must be completed with the help of a police constable deputed for the purpose. അതായത് ഇവിടെ പറയുന്നത് ഫോർ ഓൾ ദ കേസസ് രജിസ്റ്റേർഡ് ആസ് മെഡിക്കോ ലീഗൽ, ഒരു മെഡിക്കോ ലീഗൽ ആയിട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ട് ഇൻജുറി ഷീറ്റുകൾ തയ്യാറാക്കാം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇൻജുറി ഷീറ്റുകൾ? കണ്ടിട്ടുണ്ടോ? ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പരിക്കുകൾ പറ്റിയത് ഏതൊക്കെ ഭാഗത്താണ്? അതായത് ശരിക്കും ഒരു ഇഞ്ചുറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ ബോഡിയുടെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും ആ ഒരു പേജിൽ. കണ്ടിട്ടുണ്ടോ? അത് ഇൻഫർമേഷൻസ് എഴുതാനുള്ള ഭാഗം ഉണ്ടാവും. അത് കൂടാതെ നമ്മുടെ ഫുൾ ബോഡി അതായത് ഒരു ഡ്രോ ചെയ്ത ഒരു ഔട്ട്ലൈൻ പോലെ അങ്ങനെ ഒരു ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കും. ആ ഒരു ഇഞ്ചുറി ഷീറ്റില് അവർ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗത്താണോ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഫയൽ എടുത്ത ഒരു ഇഞ്ചുറി ഷീറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു പേഷ്യന്റിന് എന്തൊക്കെ ഭാഗത്ത് എന്തൊക്കെ കുഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഒടിവുകളോ അശുദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ എത്ര ഭാഗം അങ്ങനെയാണ് ഒരു പെർസെന്റേജ് ഒക്കെ കണക്കാക്കി. ഇത്ര പെർസെന്റേജ് ഇപ്പൊ ബേൺ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ പറയാറില്ലേ അവര് ഇത്ര പെർസെന്റേജ് ബേൺ ഉണ്ട് ഈ പൊള്ളലേറ്റിട്ടുണ്ട് എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ ഇങ്ങനെ ഓരോ പൊസിഷനുകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് അവർ ആ ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇവിടെയും ഈ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ഏതൊരു കേസുമായി ബന്ധപ്പെട്ടും അവർക്ക് ഇഞ്ചുറി ഷീറ്റുകൾ തയ്യാറാക്കണം. അത് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടെണ്ണം വേണം. എന്തിനായിരിക്കും ഒരു 2 ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുന്നത്? ഒരെണ്ണം ആർക്കാം? ഒരു ഇഞ്ചുറി ഷീറ്റ് ആർക്കാം? അല്ലെങ്കിൽ എവിടെ സൂക്ഷിക്കാനാണ്? ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ. ശരിയാണ്. ഒരെണ്ണം ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാനും മറ്റൊരെണ്ണം വെരി ഗുഡ് പോലീസിന് കൈമാറാനും അല്ലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 ഇഞ്ചുറി ഷീറ്റുകൾ തയ്യാറാക്കണം. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓൾ ദ കോളംസ് അതിനുള്ളിലുള്ള എല്ലാ കോളംസും ആ ഷീറ്റും ഒക്കെ പൂർത്തിയാക്കേണ്ടത് അവരോടൊപ്പം വന്നിരിക്കുന്നത്. ഇത് കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടാവുമല്ലോ. ആ പോലീസ് കോൺസ്റ്റബിളിന്റെ ഡെപ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഈ പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് നിയമിച്ചിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇഞ്ചുറി ഷീറ്റ് ആര് കംപ്ലീറ്റ് ആക്കേണ്ടത്? ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ആക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള 2 കോപ്പിയിൽ ഒരെണ്ണം ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കുകയും രണ്ടാമത്തത് പോലീസിന്റെ കയ്യിലേക്ക് കൈമാറുകയും ചെയ്യും. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ബ്രോട്ട് ദ പേഷ്യന്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ കേസ് ഫയൽ. ഇനി ഈ പറയുന്ന പോലെ ഏത് പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുന്ന പേഴ്സൺ ആരാണ്? അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ അദ്ദേഹമായിരിക്കാൻ കൊണ്ടുവന്നിരിക്കുക അല്ലെ. അപ്പൊ ആരാണോ ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഈ ഒരു ഫയലിന്റെ കൂടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്തിരിക്കും. കണ്ടിട്ടില്ലേ? ഏതൊരു കേസുമായി ബന്ധപ്പെട്ട് ആരാണ് കൂടെ വരുന്നത് അവരുടെ പേര് എഴുതി വെക്കാറുണ്ട് അല്ലെ.
ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാളെ കൊണ്ടുപോവാണെങ്കിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വെക്കാറില്ല ഹോസ്പിറ്റലുകാര്. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ആരാണോ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കൂടെയുള്ളത് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എന്ത് ചെയ്യും ഈ ഒരു കേസ് ഫയലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. മൂന്നാമത്തത് ഫയലിംഗ് ദ ഇഞ്ചുറി ഷീറ്റ്, ഫില്ലിംഗ് ദ ഇഞ്ചുറി ഷീറ്റ്. ആ ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് special emphasis should be given to name, age, sex, date and time of arrival, and also on detailed exams of the injury like its number, its dimension, its position and margins. നമ്മൾ നേരത്തെ മിസ് പറഞ്ഞില്ലേ ഒരു ഇഞ്ചുറി ഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവും അതില്. ആ ഒരു ഔട്ട്ലൈൻ പ്രധാനമായിട്ടും അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് പേഴ്സൺ ആണോ ആ ഇഞ്ചുറി ഷീറ്റ് ഏത് പേഷ്യന്റിനെയാണ് തയ്യാറാക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ പേരുണ്ടായിരിക്കണം, അവരുടെ വയസ്സ്, അവർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ ഏത് ദിവസമാണ് അവിടെ ഹോസ്പിറ്റലിൽ വന്ന സമയം ഉണ്ടല്ലോ അല്ലെ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അറൈവൽ, അവർ വന്നിരിക്കുന്ന സമയം, ആ വന്നിരിക്കുന്ന ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അതിൽ എഴുതിയിരിക്കണം. മനസ്സിലായോ? ഒരു ഇഞ്ചുറി ഷീറ്റ് ആരുടെയാണോ അവരുടെ പേര്, അവരുടെ വയസ്സ്, അവരുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ അവരുടെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അറൈവൽ, ആ ഹോസ്പിറ്റലിലേക്ക് വന്ന ഡേറ്റും അതുപോലെ സമയവും, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓൾസോ ഡീറ്റെയിൽ എന്താണ് ആൻഡ് ഓൾസോ ഡീറ്റെയിൽ എക്സാംസ്, അതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും അവർക്ക് എത്രത്തോളം ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അതാണ് ലൈക്ക് ഇറ്റ്സ് നമ്പർ. ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ പരിക്ക് വെച്ചിട്ടുണ്ടാവും അല്ലെ, പല സ്ഥലങ്ങളിൽ മാത്രം പരിക്ക് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു ആക്സിഡന്റ് വന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരിക്കുണ്ടാവില്ലേ? ഉണ്ടാവോ? എന്താണ് റിപ്ലൈ ചെയ്യാത്ത? ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എത്ര പരിക്കുകളുണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ട്, എത്രത്തോളം പരിക്കുകളുണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പരിക്കുകൾ ഇഞ്ചുറീസ് ആണുള്ളത് അത് രേഖപ്പെടുത്തണം. ഇറ്റ്സ് ഡയമെൻഷൻ, അതിന്റെ ആഴം എത്രത്തോളാണ്. ചില മുറിവുകൾ ഭയങ്കര ഡീപ്പായിരിക്കും, ചിലതെല്ലാം സൂപ്പർഫിഷ്യൽ ആയിരിക്കും അല്ലെ, അധികം വലിയ രീതിയിലൊന്നും ഉള്ളിലേക്ക് വലിയ രീതിയിലൊന്നും ബാധിക്കാത്തതുണ്ടാവും ഇല്ലേ. അപ്പൊ അങ്ങനെ ഓരോ ഇഞ്ചുറിയും ഏതൊക്കെ ഭാഗത്ത് എത്ര എണ്ണം വീതമുണ്ട്, അതിന് എത്രത്തോളം ഡീപ്പ് അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ അളവ് എത്രത്തോളാണ്, അത്ര ഡീപ്പാണോ അതല്ലെങ്കിൽ അത്രയും രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണോ, അതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഇറ്റ്സ് പൊസിഷൻ ആൻഡ് മാർജിൻസ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയുടെ ഏതൊക്കെ ഭാഗങ്ങളില് ഏതൊക്കെ പൊസിഷനുകളിലാണ് ആ ഒരു ഇഞ്ചുറീസ് വരുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു ശരിക്കും ഇഞ്ചുറി ഷീറ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാലോചിച്ചാൽ മതി. ഒരു ഭാഗത്ത് അവരുടെ ഡീറ്റെയിൽസ് ചെയ്താനുള്ള ഒരു ഭാഗം ഉണ്ടാവും, ഫോളോ ആക്കാം. മറ്റൊരു ഭാഗത്ത് അവരുടെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത്, നമ്മുടെ ഒരു ബോഡിയുടെ ഔട്ട്ലൈനില്ലേ, നമ്മൾ ജസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡി വരയ്ക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ വരയ്ക്കില്ലേ, ഹെഡ് മുതല് ഫുട്ട് വരെയുള്ള ഒരു ഔട്ട്ലൈൻ വരയ്ക്കാറില്ലേ, അങ്ങനെ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ ആ ഒരു ഔട്ട്ലൈനില് കൈയുണ്ടാവും, കാലുണ്ടാവും, നമ്മുടെ ഹെഡ് ഉണ്ടാവും, തലയുടെ ഭാഗം ഉണ്ടാവും, എല്ലാം ഉൾപ്പെടുത്തിയാണല്ലോ വരയ്ക്കുക. അപ്പൊ അതില് എവിടത്തെ ഭാഗങ്ങളിലാണോ ആ ഒരു പേഷ്യന്റിന് ഇഞ്ചുറി വന്നിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. മനസ്സിലായോ? അതിൽ എത്രത്തോളം ഡീപ്പായിട്ടാണോ ആ ഒരു ഇതുള്ളത് അതും അവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അപ്പൊ അത് ഏതൊക്കെ ഇടങ്ങളില് എത്രയൊക്കെ മുറിവുകളുണ്ട്, ഏതൊക്കെ പൊസിഷനുകളിലാണ്, ഇതെല്ലാം ഈ ഒരു ഷീറ്റ് എടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവില്ലേ? ഏതൊരു ഡോക്ടറിന് മനസ്സിലാവില്ലേ? മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? അത് third point clear ayo? Okay. Fourth one, if it is not possible to give an opinion regarding the nature of injury immediately, a case may be mentioned under observation. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പേഷ്യന്റിന് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് വഴി ചിലപ്പോ അവരുടെ ഇഞ്ചുറീസ് കാര്യങ്ങൾ ചിലപ്പോ മനസ്സിലാവില്ല അല്ലെ. ബാഹ്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാറില്ലേ ഇല്ലേ, നമ്മുടെ ഉള്ളില് ഇല്ലേ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ഇഞ്ചുറീസ് വരുന്ന കേസുകളുണ്ട്, പുറമെ ചിലപ്പോ അത് കാണില്ല ഇല്ലേ, ഉണ്ടോ? അങ്ങനെയുള്ള കേസുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇഞ്ചുറിയുടെ ആ ഒരു സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ ഉടനടി പറയാൻ പറ്റുന്നില്ല എങ്കിൽ ആ കേസിന് എന്തായിട്ട് പരാമർശിക്കണം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യണം എന്നാ പറയുന്നത്, അത് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ, അത് കുറച്ചുകൂടി സമയം എടുത്ത് നമുക്ക് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു കേസ് എന്ത് ചെയ്യും, ഒബ്സർവേഷനിലേക്ക് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കേസ് ഒക്കെ നമ്മൾ അവിടെ എന്ത് രേഖപ്പെടുത്തും, അവര് അണ്ടർ ഒബ്സർവേഷനിലാണ് എന്ന് രേഖപ്പെടുത്തും.
ചെയ്യുകയും അതിനുശേഷം ആ ഒരു ഒബ്സർവേഷൻ പീരീഡില് അവർക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിൽ നിന്നുള്ള ഫൈൻഡിങ്സിലൂടെയാണ് ഈ ഒരു ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നേരെ നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കൊരു ഡോക്ടർക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഒരു ഇഞ്ചുറി ഷീറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേച്ചറോ കാര്യങ്ങളോ ഒരു ഡോക്ടറിന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അതൊരു ഒബ്സർവേഷനിലാണ് എന്ന് മെൻഷൻ ചെയ്യുകയും അവർ കൃത്യമായ അതിനുശേഷം അതിനുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും എത്രത്തോളം ഇഞ്ചുറിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്ന ആ ഒരു ഇഞ്ചുറി ഷീറ്റില് രേഖപ്പെടുത്തുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. അടുത്ത പോയിന്റ് പറയുന്നത് ദ ഫൈനൽ ഒപ്പീനിയൻ ക്യാൻ ബി ഗിവൺ ഓൺ എ ലേറ്റർ ഡേറ്റ്. ഒരു CMO, അതായത് but it remains the responsibility of the CMO who saw the case first to collect information and give a final opinion. If a specialist doctor has attended in a case, he will give final opinion. That is simple or grievous. അതായത് ഇവിടെ ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കണം അല്ലെ? ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അതായത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്തെ ആ ഒരു അഭിപ്രായമായിരിക്കില്ല കുറച്ചുകൂടി അവരുടെ ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞു ഇല്ലേ? നമുക്കൊരു പ്രസന്റിൽ കാണുന്നതിൽ കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയാൽ ഒരു ഫൈനൽ ഒപ്പീനിയൻ തയ്യാറാക്കേണ്ടത് ആണോ? അതെ. അപ്പൊ ഇവിടെ CMO ആണ് ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിയെ കാണുന്ന ഒരു റെസ്പോൺസിബിലിറ്റി. കാരണം എന്താ? CMO saw the first case first അല്ലെ? ഈ ഒരു കേസ് ആദ്യം കാണുന്നതും ആദ്യമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നതും ആര് തന്നെയാ? CMO ആണ്. അപ്പൊ അദ്ദേഹമാണ് ശരിക്കും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആള്. അപ്പൊ അദ്ദേഹം ഒരു കാഷ്വാലിറ്റിയിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹമാണ് ഇവരിൽ നിന്ന് കൃത്യമായ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതോ പരിശോധനകൾ നടത്തി ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടതും. മനസ്സിലാവുന്നുണ്ടോ? കാഷ്വാലിറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസ് ആണെങ്കിൽ അവിടെ CMO ആണ് അതിന്റെ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ നൽകേണ്ടത്. പിന്നീട് നൽകിയാൽ മതി. കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള ഒരു ദിവസം അല്ലെങ്കിൽ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? CMOക്കാണ്. കാരണം അദ്ദേഹമാണ് ആ ഒരു കേസ് ആദ്യമായിട്ട് കാണുന്നതും അവരുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും പരിശോധനകൾ നടത്തുന്നതും. ആ ഒരു കാഷ്വാലിറ്റിയിൽ ഒതുങ്ങുന്ന ഒരു കേസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ആരാണ്? ആരാ കൊടുക്കേണ്ട ഫൈനൽ ഒപ്പീനിയൻ? വ്യത്യാസമുള്ളത് കൊണ്ടാണ് മിസ് പിന്നെയും ചോദിക്കുന്നത് കേട്ടോ. CMO ആണ്. ഇനി ഈ കേസ് മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ റെഫർ ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കാം. ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വലിയൊരു ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെ കാഷ്വാലിറ്റിയിൽ മാത്രം വെച്ചിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അവര് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റെഫർ ചെയ്യും അല്ലെ? കാർഡിയോളജി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും ഇല്ലേ? ചെയ്യില്ലേ? അപ്പോ ആരാണ് അവർക്ക് ഫൈനൽ ഒപ്പീനിയൻ തരേണ്ടത്? അപ്പൊ ആരാണ് തരേണ്ടത്? ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് തരേണ്ടത് അല്ലേ? അതെ, അവർ കാർഡിയോളജിസ്റ്റ് ആയിരിക്കണം തരേണ്ടത്. അതാണ് ഇവിടുത്തെ രണ്ട് വ്യത്യാസം കേട്ടോ. ഒരു കാഷ്വാലിറ്റിയിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളതാണെങ്കിൽ അവിടെ CMO ആണ് ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്. അവരാണ് ആദ്യമായിട്ട് ഈ ഒരു കേസ് കാണുന്നതും ഫൈനൽ ഒപ്പീനിയൻ തരേണ്ടതും. ഇനി ഇവരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഫർ ചെയ്ത് വിട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ആ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറാണ് എന്ത് കൊടുക്കേണ്ടത്? ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ നൽകേണ്ടത്. കാരണം അവർക്കല്ലേ കുറച്ചും കൂടി വിശദമായിട്ട് ഇപ്പൊ ആ ഒരു കേസ് അറിയാൻ പറ്റുള്ളൂ അല്ലെ? അതപ്പോ രണ്ടാമത്തെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ നൽകേണ്ടത് ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിരിക്കണം. ദാറ്റ് ഈസ് സിമ്പിൾ ഓർ ഗ്രീവിയസ്. ചിലപ്പോ അത് വളരെ ലളിതമായിട്ട് നൽകാം, അല്ലെങ്കിലോ വളരെ ദുഃഖകരം, ഗ്രീവിയസ് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അന്തിമ അഭിപ്രായം. ചിലപ്പോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവില്ല അല്ലെ? ചിലപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളും ആവാം അല്ലെ? പല രീതിയിലുള്ള കേസുകളാണ് അല്ലെ? അപ്പൊ ചിലത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ് ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ളതും ആയിരിക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അന്തിമ അഭിപ്രായം അല്ലെങ്കിൽ ഫൈനൽ ഒപ്പീനിയൻ നൽകേണ്ടത് അവരെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്തേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് നൽകേണ്ടത്. അല്ലെങ്കിൽ കാഷ്വാലിറ്റിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസ് ആണെങ്കിൽ CMO ആണ് നൽകേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then അടുത്ത പോയിന്റ് പറയുന്നത് if a patient admitted, it must be mentioned in the injury sheet, admitted for detailed examination and management. ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നു, അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ അഡ്മിറ്റ് ചെയ്യും അല്ലെ? ഹോസ്പിറ്റലില്
കാഷ്വാലിറ്റിയിൽ നിന്ന് പോവേണ്ട ഒരു പേഷ്യന്റ് അല്ല, അവർക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് രേഖപ്പെടുത്തണം? അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് രേഖപ്പെടുത്തണം. മനസ്സിലായോ? ഒരു കേസ് കാഷ്വാലിറ്റിയിലേക്ക് വന്നു, കാഷ്വാലിറ്റിയിലെ പരിധിയിൽ നിന്ന് മാത്രം കൊടുത്താൽ പോരാ, അവരൊരു അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെന്റ് വേണ്ട ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ നമ്മൾ ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് പരാമർശിക്കും അല്ലെങ്കിൽ എന്ത് മെൻഷൻ ചെയ്യും? അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനകളോ മാനേജ്മെന്റോ ഒക്കെ വേണ്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു എന്ന് മെൻഷൻ ചെയ്യും. ക്ലിയർ ആണോ? ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. 6 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അത് വേഗം ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? പോയിന്റ്സ് എല്ലാം ഓക്കെ ആണ്. നമുക്കൊരു പോയിന്റ് കൂടി, 5th പോയിന്റോ? 5th പോയിന്റ് പറയാല്ലേ അഞ്ജലി? പറഞ്ഞേ. 5th പോയിന്റിൽ പറയുന്നത് ഫൈനൽ ഒപ്പീനിയൻ, അതായത് നമുക്ക് അന്തിമ അഭിപ്രായം. ഇപ്പൊ ഒരു പേഷ്യന്റ് കേസ് വന്നു കഴിഞ്ഞാൽ കേസിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ ഒപ്പീനിയൻ ആ ഡോക്ടർ കൊടുക്കണമല്ലോ. അത് നമുക്ക് നേച്ചറായിട്ട്, അതായത് അന്തിമ അഭിപ്രായം നമുക്ക് പിന്നീട് നൽകിയാൽ മതി, വരുന്ന സമയത്തിന് ഉടനെ നമുക്ക് നൽകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാഷ്വാലിറ്റി കൊണ്ടുവരുമ്പോൾ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ശരിക്കും CMOയ്ക്കാണ്. കാരണം CMO ആണ് അവരാദ്യമായിട്ട് കാണുന്നതും അവരുമായി ബന്ധപ്പെട്ട് ഇനിഷ്യൽ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നതും പരിശോധനകൾ നടത്തുന്നതും. അപ്പൊ ഒരു കാഷ്വാലിറ്റി റൂട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസാണതെങ്കിൽ അതിന്റെ ഫൈനൽ ഒപ്പീനിയൻ ആര് നൽകണം? CMO നൽകണം. ഇനി ഇവരെ കുറച്ചും കൂടി ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്നും അവരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിടും അല്ലെ. അപ്പൊ അവരെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ആരാണ്? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അവരായിരിക്കും. അവരാണ് പിന്നെയാണെങ്കിൽ, അപ്പൊ അവരങ്ങനെ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ തയ്യാറാക്കേണ്ടത് ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ അഞ്ജലി? ഓക്കെ, ഇത്രയും നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 6 പോയിന്റ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.